നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും നേരിട്ട് ബാധിക്കുന്ന, എന്നാൽ ഒരു ഡോക്ടർക്കും മരുന്ന് തന്നു മാറ്റാൻ കഴിയാത്ത വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കെപ്പോഴും ക്ഷീണം തോന്നാറുണ്ടോ? എത്ര നേരം ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെടാറുണ്ടോ? ശരീരത്തിൽ അകാരണമായ വേദനകൾ, മുടികൊഴിച്ചിൽ, ദഹനപ്രശ്നങ്ങൾ, രാത്രി ഉറക്കമില്ലായ്മ എന്നിവ നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിങ്ങൾ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ടാകാം, ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടാകാം, വില കൂടിയ മരുന്നുകൾ വാരി വിഴുങ്ങുന്നുമുണ്ടാകാം. എന്നിട്ടും ഈ അസുഖങ്ങൾക്കൊന്നും ഒരു ശമനവുമില്ലേ? എങ്കിൽ സുഹൃത്തേ, നിങ്ങളുടെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ പ്രശ്നം ബാക്ടീരിയയോ വൈറസോ അല്ല. നിങ്ങളെ ഈ രോഗിയാക്കി മാറ്റുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ചില മനുഷ്യരാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നാം. ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ് മറ്റൊരാളുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ആചാര്യ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഇക്കാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നു, മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ കൊല്ലുന്നതെന്താണ്? വാളോ, വിഷമോ, അതോ രോഗമോ? അല്ല എന്ന് അദ്ദേഹം തന്നെ ഉത്തരം നൽകുന്നു. ഒരു മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ കൊല്ലുന്നത് എപ്പോഴും അവനെ മാനസികമായി പീഡിപ്പിക്കുന്ന ദുർജനങ്ങളുടെ സാമീപ്യമാണ്. ചാണക്യൻ പറയുന്നു, ഒരു പാമ്പിനേക്കാൾ അപകടകാരിയാണ് ദുഷ്ടനായ ഒരു മനുഷ്യൻ. കാരണം പാമ്പൊരിക്കൽ മാത്രമേ കടിക്കുകയുള്ളൂ, എന്നാൽ ദുഷ്ടനായ മനുഷ്യൻ ഓരോ ചുവടുവെപ്പിലും നിങ്ങളെ കടിച്ചുകൊണ്ടിരിക്കും. ആ വിഷം നിങ്ങളുടെ ശരീരത്തെ മുഴുവനായി നശിപ്പിക്കും. ഇന്ന് നമ്മൾ ചാണക്യനീതിയിലൂടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദുർജനങ്ങളുടെ സാമീപ്യം, ബാഡ് കമ്പനി, നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ തകർക്കുന്നത് എന്നാണ്. ആരാണ് നിങ്ങളുടെ ഊർജം വലിച്ചെടുക്കുന്ന ആ മനുഷ്യർ? ഇവരിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ട് നമ്മുടെ ആരോഗ്യവും സമാധാനവും തിരിച്ചുപിടിക്കാം? ഒന്നാമതായി ചാണക്യൻ പറയുന്ന ആ വലിയ ശ്ലോകം നമ്മൾ മനസ്സിലാക്കണം. ദുഷ്ടാ ഭാര്യ ഷഠം മിത്രം ഭൃത്യശ്ചോ തരദായക സസർപ്പേച്ച ഗൃഹേ വാസോ മൃത്യുരേവ ന സംശയ. ഇതിന്റെ അർത്ഥം, ദുഷ്ടയായ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, വഞ്ചകനായ സുഹൃത്ത്, എപ്പോഴും തർക്കിക്കുന്ന ജോലിക്കാരൻ, പാമ്പുള്ള ഒരു വീട്, ഇവ നാലും മരണത്തിന് തുല്യമാണ് എന്നാണ്. ഇതിൽ പാമ്പുള്ള വീട്ടിൽ താമസിക്കുന്നത് എന്തുകൊണ്ട് മരണത്തിന് തുല്യമാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പാമ്പ് നിങ്ങളെ എപ്പോഴും കടിക്കണമെന്നില്ല, പക്ഷേ ഏതു നിമിഷവും പാമ്പ് കടിക്കാം എന്ന പേടി കാരണം നിങ്ങൾക്കവിടെ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഭയത്തിലായിരിക്കും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ഇതേ അവസ്ഥ തന്നെയാണ് എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങളെ സംശയിക്കുന്ന, കുത്തുവാക്കുകൾ പറയുന്ന മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോഴും സംഭവിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യർ കാട്ടിലെ പാമ്പിന് തുല്യമാണ്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ 24 മണിക്കൂറും നിങ്ങളുടെ ശരീരം ഭയത്തിലായിരിക്കും. ഭയമുള്ള ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ഹോർമോണുകൾ ശരീരത്തിൽ എപ്പോഴും നിറഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങളെ നശിപ്പിക്കും. അങ്ങനെ നിങ്ങളുടെ പ്രതിരോധശേഷി പൂർണ്ണമായും തകരും. പിന്നെ എന്ത് ചെറിയ അസുഖം വന്നാലും അത് നിങ്ങളെ പെട്ടെന്ന് പിടികൂടും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ സമാധാനമില്ലാത്ത ഒരു വീട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. ചാണക്യൻ പറയുന്നു, ഉറക്കമില്ലാത്തവന് അമൃത് കൊടുത്താലും അത് വിഷമായി മാറും. ഉറങ്ങാത്ത ശരീരത്തിന് കോശങ്ങളെ റിപ്പയർ ചെയ്യാൻ കഴിയില്ല. ദേഷ്യവും സങ്കടവും അടക്കിപ്പിടിച്ച് ജീവിക്കുമ്പോൾ അത് നിങ്ങളുടെ വയറ്റിൽ അൾസറായി മാറും. ഇന്ന് ആളുകളിൽ കാണപ്പെടുന്ന ഹൃദ്രോഗങ്ങൾ, പ്രമേഹം, തൈറോയിഡ് തുടങ്ങിയ പല അസുഖങ്ങൾക്കും പ്രധാന കാരണം അവരനുഭവിക്കുന്ന ഈ മാനസിക പീഡനങ്ങളാണ്. ഈ മരണം ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല, ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരിക്കുന്നതാണ്. ആരാണ് നിങ്ങളെ രോഗിയാക്കുന്ന ഈ മനുഷ്യർ? ചാണക്യൻ ഇവരെ 3ആയി തിരിക്കുന്നു. ഒന്നാമത്തെ കൂട്ടർ, വിഷകുംഭം പയോമുഖം എന്നദ്ദേഹം വിശേഷിപ്പിക്കുന്ന മനുഷ്യർ, അതായത് വായ നിറയെ പാലും ഉള്ളിൽ മുഴുവൻ വിഷവുമുള്ള കുടം പോലെയുള്ളവർ. പുറമേ ഇവർ വലിയ സ്നേഹം നടിക്കും, എന്നാൽ നിങ്ങളുടെ ഓരോ വീഴ്ചയിലും ഇവർ ഉള്ളാലെ സന്തോഷിക്കും. ഇവർ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആകാം. ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഇവരെപ്പോഴും സങ്കടങ്ങൾ മാത്രമായിരിക്കും പറയുക. ലോകത്തുള്ള സകല പ്രശ്നങ്ങളും അവർക്കാണെന്ന് അവർ സ്ഥാപിക്കും.
നിങ്ങൾ എത്ര പോസിറ്റീവായി സംസാരിച്ചാലും അതിലൊരു നെഗറ്റീവ് അവർ കണ്ടെത്തും. ഇവരോട് കുറച്ചുനേരം സംസാരിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നും. കാരണം അവർ നിങ്ങളുടെ ഊർജം, ഓജസ് വലിച്ചെടുക്കുകയാണ്. രണ്ടാമത്തെ കൂട്ടർ അഹങ്കാരികളും നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുന്നവരുമാണ്. ആധുനിക സൈക്കോളജി ഇവരെ നാർസിസിസ്റ്റുകൾ എന്ന് വിളിക്കും. അവർക്ക് ലോകത്തിൽ അവരെ മാത്രമേ സ്നേഹമുള്ളൂ. നിങ്ങളുടെ കണ്ണുനീരിനോ വികാരങ്ങൾക്കോ അവർക്ക് യാതൊരു വിലയുമില്ല. നിനക്കൊന്നിനും കഴിവില്ല, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം അവർ തകർക്കും. നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിലവരൊരു കുറ്റം കണ്ടുപിടിക്കും. മൂന്നാമത്തെ കൂട്ടർ നിങ്ങളുടെ തെറ്റ് കണ്ടുപിടിച്ച് നിങ്ങളെ കുറ്റബോധത്തിലാക്കുന്നവർ. ഇവർ വളരെ അപകടകാരികളാണ്. ഇവർ തെറ്റ് ചെയ്തിട്ട് അത് നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കും. അവസാനം എന്റെ ഭാഗത്താണോ തെറ്റ് എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ ചിന്തിപ്പിക്കും. ഇങ്ങനെയുള്ള മനുഷ്യരുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ സമനില തെറ്റും. നിങ്ങൾക്ക് സ്വയം ഭ്രാന്തനാണോ എന്ന് തോന്നിപ്പോകും. നിങ്ങളുടെ ഓഫീസിലെ ബോസാകാം, കൂടെ ജോലി ചെയ്യുന്നവരാകാം, ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളോ പങ്കാളിയോ ആകാം. പുറത്തുനിന്നുള്ള ശത്രുക്കളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അവർ വാളുമായിട്ടാണ് വരുന്നത്. എന്നാൽ സ്നേഹത്തിന്റെ മുഖമൂടിയിട്ട് വരുന്ന ഈ ശത്രുക്കളെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചാണക്യൻ ചോദിക്കുന്നു, ശരീരത്തിൽ തറഞ്ഞ അമ്പ് നമുക്ക് വലിച്ചൂരുക എളുപ്പമാണ്, എന്നാൽ ഹൃദയത്തിൽ തറഞ്ഞ വാക്കുകളെ എങ്ങനെ വലിച്ചൂരും? ആ വാക്കുകളാണ് നിങ്ങളുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന അർബുദമായി മാറുന്നത്. ഇനി ഇത്തരം മനുഷ്യർ നിങ്ങളുടെ ചുറ്റുമുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ആചാര്യൻ ചാണക്യൻ അതിന് വളരെ കർശനമായ ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ആദ്യത്തെ പരിഹാരം ത്യാഗം അഥവാ ഉപേക്ഷിക്കുക എന്നതാണ്. അദ്ദേഹം പറയുന്നു, വിഷമുള്ള മരത്തിന്റെ തണലിൽ ഇരിക്കരുത്, അതെത്ര പൂവിട്ട് നിന്നാലും ശരി. ആ വ്യക്തി നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും അവർ നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കുക. സുഹൃത്തുക്കളാണെങ്കിൽ അവരുമായുള്ള ബന്ധം വെട്ടിച്ചുരുക്കുക. ഫോൺ കോളുകൾ കുറയ്ക്കുക. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്, അതിത്തരം ദുർജനങ്ങൾക്ക് മുന്നിൽ ചിലവാക്കരുത്. എന്നാൽ ഈ വ്യക്തി നിങ്ങളുടെ സ്വന്തം ഭർത്താവോ ഭാര്യയോ മാതാപിതാക്കളോ ആണെങ്കിൽ എന്തു ചെയ്യും? അവരെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. അവിടെയാണ് ചാണക്യന്റെ രണ്ടാമത്തെ തന്ത്രം ഉപയോഗിക്കേണ്ടത്: വൈകാരികമായ അകലം അഥവാ നിർവികാരത. അവരെ ശാരീരികമായി ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ മാനസികമായി ഉപേക്ഷിക്കുക. അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് ഹൃദയത്തിലേക്ക് എടുക്കാതിരിക്കുക. ആധുനിക മനഃശാസ്ത്രം ഇതിനെ ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് വിളിക്കുന്നു. ചാണക്യൻ ഇതിനെ മൗനമെന്ന് വിളിക്കുന്നു. അദ്ദേഹം പറയുന്നു, വിഡ്ഢികളോട് തർക്കിക്കുന്നത് സ്വന്തം ആയുസ് കുറയ്ക്കുന്നതിന് തുല്യമാണ്. ദുഷ്ടരായ മനുഷ്യരെപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രതികരണമാണ്. അവർ നിങ്ങളെ കുത്തുവാക്ക് പറയുമ്പോൾ നിങ്ങൾ കരയുന്നത്, ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ന്യായീകരിക്കുന്നത് അവർക്ക് വലിയൊരു സന്തോഷമാണ്. എന്നാൽ നിങ്ങൾ ഒന്നും മിണ്ടാതെ, യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഒരു കല്ലുപോലെ നിന്നാൽ അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ താൽപ്പര്യമില്ലാതാകും. അവർ ചോദിക്കുന്നതിന് മാത്രം അതെ, അല്ല എന്ന് മറുപടി നൽകുക. നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് കാണുമ്പോൾ അവർ താനേ പിന്മാറും. മൗനമാണ് ദുർജനങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. മൂന്നാമത്തെ പരിഹാരം സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, സർവനാശം വരുമ്പോൾ ബുദ്ധിമാൻ പകുതിയെങ്കിലും രക്ഷിച്ച് പിന്മാറണം. മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിരാവിലെ എഴുന്നേൽക്കുക, സൂര്യനെ നോക്കുക, ധ്യാനിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ പ്രാണനെ വർദ്ധിപ്പിക്കും. ദുർജനങ്ങളുടെ വിഷം നിങ്ങളുടെ ഉള്ളിൽ കയറാതിരിക്കാൻ ഈ പ്രാണോർജം നിങ്ങളെ സഹായിക്കും. ചാണക്യൻ പറയുന്നു, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും സമാധാനം കിട്ടില്ല. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. നാലാമത്തെ കാര്യം അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ്. ആർക്കും എറിഞ്ഞുടയ്ക്കാൻ പാകത്തിനുള്ള ഒരു മൺപാത്രമായി നിങ്ങൾ മാറരുത്. നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളോട് ധൈര്യമായി നോ പറയാൻ പഠിക്കുക. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക. നിങ്ങളുടെ ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല ഈ ഭൂമിയിലെ ഒരു ബന്ധവും. ചില ബന്ധങ്ങൾ മുറിച്ചുമാറ്റുന്നത് വലിയ വേദനയുണ്ടാക്കാം. പക്ഷെ ചാണക്യൻ ചോദിക്കുന്നു, ശരീരത്തിൽ വിഷം ബാധിച്ച ഒരു വിരലുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ വിരൽ മുറിച്ചുമാറ്റുന്നതല്ലേ ബുദ്ധി? തീർച്ചയായും അതെ. അതുപോലെയാണ് ചില മനുഷ്യരും. അവരെ മുറിച്ചുമാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയൂ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശരീരം ഈശ്വരൻ തന്ന ഒരു അമ്പലമാണ്. അവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ ആരെയും അനുവദിക്കരുത്. പുളിക്കാതെ അഴുക്ക് പുരണ്ടുവരുന്ന ഒരാളെ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ നിങ്ങൾ കയറ്റുമോ? ഇല്ല. പിന്നെ എന്തിനാണ് നെഗറ്റിവിറ്റി നിറഞ്ഞ മനുഷ്യരെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കയറ്റുന്നത്? വാതിലുകൾ അടയ്ക്കുക. എപ്പോഴും മരുന്ന് കുടിച്ചിട്ടും മാറാത്ത പല അസുഖങ്ങളും ചില മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അത്ഭുതകരമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി തിരിച്ചുവരും. നിങ്ങളുടെ മുഖത്ത് തിളക്കം വരും. കണ്ണുകളിൽ ജീവൻ വയ്ക്കും. കാരണം ഭാരം ഇറക്കിവെച്ച മനസ്സിന് ഏതു വലിയ രോഗത്തെയും മാറ്റാനുള്ള ശക്തിയുണ്ട്.
ചാണക്യൻ പറയുന്നു, മനഃശാന്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് നേടിയാലും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ഈ ജീവിതം നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാനുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് നരകം ജീവിക്കാനുള്ളതല്ല. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. എൻ്റെ സമാധാനം തകർക്കുന്ന ഒരാൾക്കും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ആർക്കു വേണ്ടിയും സ്വന്തം ആരോഗ്യവും ആയുസ്സും ഹോമിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ നല്ല ആരോഗ്യം, ആ സ്വസ്ഥത, അത് നിങ്ങളുടെ അവകാശമാണ്. അതിനുവേണ്ടി നിർദാക്ഷിണ്യം പോരാടുക. ദുർജനങ്ങളെ ഒഴിവാക്കുക. സജ്ജനങ്ങളുടെ കൂടെ മാത്രം ജീവിക്കുക. ജയിക്കുക, കീഴടക്കുക.